വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലാബ് റെക്കോർഡ്സിൻ്റെ പാർട്ട് 2 ആണ്. അതായത് സുവോളജിയുടെ റെക്കോർഡാണ് കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾക്ക് ഈ ഒരു സുവോളജിയുടെ റെക്കോർഡിലെ എല്ലാ പേജും യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഓരോന്നും ഓരോ പേജിലായിട്ട് കംപ്ലീറ്റ് ആ റെക്കോർഡ് തീരുന്നവരെ ഞങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇൻഡെക്സ് പേജൊക്കെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കുറച്ച് മെയിൻ ഹെഡിങ്ങുകളാണ് വരുന്നുള്ളത്. ഫസ്റ്റ് പേജിൽ തന്നെ ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കൽസ് എന്ന് കൊടുത്ത്, പിന്നെ നമുക്കിത് വേർട്ടിബ്രേറ്റും ഇൻവെർട്ടിബ്രേറ്റൊക്കെ വരക്കാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് അതിൽ നിന്ന് നമുക്ക് കുറേ പിക്ചേഴ്സാണ് വരക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിക്ചേഴ്സ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവരുടെ ഫീച്ചേഴ്സുമാണ് നമ്മൾ എഴുതുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഈ ഒരു സുവോളജിയുടെ റെക്കോർഡിൽ നമ്മൾ പെന്ന് എന്ന് പറയുന്ന സാധനം തൊട്ടിട്ടേ ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് പെൻസിൽ കൊണ്ടാണ് നമ്മൾ വരയ്ക്കുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെൻസിൽ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പെൻസിൽ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പേജ് ഒന്നും തികയാതെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കറിയില്ല എല്ലാ സ്കൂളിലും ഇതേപോലെ തന്നെ കംപ്ലീറ്റ് പേജസും യൂസ് ചെയ്തിട്ടുണ്ടാവുമോ എന്നുള്ളത്. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണോ പറയുന്നുള്ളത് അതേപോലെയാണ് കേട്ടോ നിങ്ങൾ എഴുതേണ്ടത്. ജസ്റ്റ് ഞാനൊരു മോഡൽ കാണിച്ചു എന്നുള്ളൂ മാത്രം. അതേപോലെ തന്നെ ഓരോ പിക്ചേഴ്സും മാർക്ക് ചെയ്യുന്നത് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ടാവണം. അതേപോലെ തന്നെ ഒരേ പോയിന്റിൽ, അതായത് ഒരു ലൈനിൽ മാർക്ക് ചെയ്യുന്ന പോലെ, അത് ഒരു ലൈനിൽ നിന്ന് തുടങ്ങുന്ന പോലെ ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കൂടുതലായിട്ടും, അതായത് നിങ്ങളെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത് അത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിത് ഈ ഒരു ലൈനുള്ള പേജുകളിൽ നമുക്ക് കൂടുതലായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അതൊക്കെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എന്താണോ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഈ ഒരു റെക്കോർഡ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് ലാബ് മാനുവലിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ടീച്ചർ നമുക്ക് കറക്റ്റായിട്ട് ഓരോന്ന് പറഞ്ഞു തന്നു. അപ്പം അതിൽ നമ്മളത് മാർക്ക് ചെയ്യുകയും ഇതിലേക്ക് എഴുതുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കംപ്ലീറ്റ് പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ടീച്ചറും കൂടെ പറയുന്നത് അനുസരിച്ചിട്ട് എഴുതുക.